നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി മുകേഷ് എത്തിയിട്ടുണ്ട്. ഞാനും ജാക്കി ഇതുവരെ പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 16 മണ്ഡലങ്ങളിൽ പുള്ളി പര്യടനം നടത്തി അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഇങ്ങനൊരാളെ ജാക്കി ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. നമുക്ക് ജാക്കിയുടെ വിശേഷങ്ങൾ അങ്ങോട്ടും അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങോട്ടും പറയാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശ്രീ മുകേഷിൻ്റെ ഒപ്പമാണ്. LDF സ്ഥാനാർത്ഥി ശ്രീ മുകേഷ് നമുക്കൊപ്പം ചേരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. അവസാനം കുതിരപ്പുറത്ത് കയറിയതെന്നാ? ഒരു 2 കൊല്ലമായി കാണും. 2 കൊല്ലമായി. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ? ഷൂട്ടിങ്ങിന്റെ ഭാഗം ആരെങ്കിലും ഇതണക്ക് എന്നാ പിന്നെ ബീച്ചിൽ പോയി കളയാം, കുതിരപ്പുറത്തൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ പറയത്തില്ല. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ കയറുമ്പോൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതിന് മുമ്പ്? അല്ല, ഞാനൊക്കെ സാധാരണഗതിയിൽ ഈ സോങ് സീക്വൻസിലൊക്കെ നല്ല മെരുകിയ കുതിരയുടെ പുറത്താ, അല്ലാതെ മറ്റേ സാധനം ഇല്ല. ഈ സാധനം പഴശ്ശിരാജ പോലെ ഇങ്ങനെ വരുന്ന പരിപാടി ഇല്ല. അതില്ല. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യും. അത് പക്ഷേ നടൻ എന്ന രീതിയിൽ പ്രിപ്പറേഷൻ വേണം. അത് ശരീരം വഴങ്ങും. ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്, എന്തിനും വഴങ്ങും. ആ കോൺഫിഡൻസുമായിട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ശ്രീ മുകേഷ് വഴങ്ങുന്നത്. നിയമസഭ മാത്രമല്ല, ലോക്സഭയും തനിക്ക് വഴങ്ങും എന്നതാണ് അല്ലേ? അപ്പോൾ എന്നെ ഒന്ന് പുറത്തിറക്കണം താഴേക്ക്. ഇപ്പോൾ കയറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുറത്തിറക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ തൽക്കാലം മൈക്ക് പിടിച്ചാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. അപ്പോൾ നമ്മൾ ശ്രീ മുകേഷുമായിട്ട് സംസാരിക്കുന്നു. മുകേഷിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുകേഷ് പറഞ്ഞൊരു കണക്കുണ്ട്. ആ കണക്കിൽ നിന്ന് NK പ്രേമേന്ദ്രൻ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. 1748 അല്ലേ, 48 കോടി എവിടെയാണെന്ന് തൊട്ട് കാണിക്കാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. സംവാദത്തിന് തയ്യാറാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് സംഭവം. അപ്പം താഴേക്ക് ഇറങ്ങാം. താങ്ക് യു. ഇവൻ്റെ പേര് ജാക്കി എന്നാണ്. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ജാക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം. അത് കഴിഞ്ഞപ്പോൾ പൊതുവേ ഒരു ലെഫ്റ്റ് ലീനിയേജ് ഉണ്ടോ എന്നൊരു സംശയം ജാക്കിക്ക് ഈ മണ്ഡലത്തിലെത്തുമ്പോൾ. എങ്ങനെ മണ്ഡലത്തിൻ്റെ സ്വഭാവം? ഇടത്തോട്ടാണോ? ശരിയായിട്ടുള്ള പക്ഷം, അതിന് നിങ്ങൾ ഇടതെന്ന് വേണമെങ്കിൽ പറയാം. ശരിപക്ഷം, ജനപക്ഷം അതായിരിക്കും ഈ തവണ വരാൻ പോകുന്നത് അല്ലേ? ഇത്തവണയല്ല, അത് കൊല്ലം ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നിയമസഭ വരുമ്പോൾ ഇടത്തോട്ട് തിരിയും, പാർലമെന്റ് വരുമ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം പോകും. അല്ല, അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് തന്നെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഒരുപാട് മന്ത്രിമാർ ഇവിടെ റെഡിയായി നിന്നു കേന്ദ്രത്തില്. അതെല്ലാം നമ്മൾ കണ്ടാന്നല്ലോ. അതിന്റെ ഒരു പശ്ചാത്തലത്തില് ഒരു ട്രെൻഡ് വന്നു, ഫോൾസ് ട്രെൻഡാണ്. അതില് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പശ്ചാത്തപിക്കുകയും കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ഈ 5 കൊല്ലം. അതിനുശേഷം തെറ്റുപറ്റിപ്പോയി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു ഫാൾസ് ഇംപ്രഷൻ ആയിരുന്നു ഒരു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. നമുക്ക് നടക്കാം. അപ്പം രാവിലെ എങ്ങനെ പൊതുവെ എക്സസൈസ് ഉണ്ടോ? ഇപ്പം ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ അല്ലെങ്കിൽ പൊതുവെ നല്ല ഈ ഫിറ്റ് ആയിരിക്കുന്നവരാണ്. കുറെ നാള് യോഗ ചെയ്യും, കുറെ നാള് ജിമ്മിൽ പോവും, കുറച്ചാൾ നടക്കും. അപ്പൊ ഞാൻ മസ്കുലർ അല്ല. മസ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത റോളുകളും എന്നെ തേടി വരുന്ന റോളുകളും ഒക്കെ ദുഃഖിതനായ ചെറുപ്പക്കാരൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ, നിരാശരായ അവസാനം നന്നാവും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട ജീവിതമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതെ, സൽമാൻ ഖാനായിട്ട് നിങ്ങളുടെ മലപ്പുറം മഹാനായ ജോജിയെ അഭിനയിച്ചാൽ എന്തായിരിക്കും അവസ്ഥയില്? പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇരിക്കാം. ശ്രീ മുകേഷ് വെള്ളിത്തിരയിൽ അഭിനയിച്ച ഒട്ടേറെ സിനിമകൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മളെ പല നടപടികളും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കൊല്ലം മണ്ഡലത്തിന്റെ വികസനമാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച പോകുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. അതിലേറ്റവും വിവാദമായി ഇപ്പോൾ നിൽക്കുന്നത് 1748 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ്. NK പ്രേമേന്ദ്രൻ പറഞ്ഞത് ആ പദ്ധതിയിൽ പലതും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 400 കോടി എങ്ങാണ്ട് ഇന്നലെയോ മെനഞ്ഞാന്നോ ആണ് താങ്കൾ സർക്കാർ അനുവദിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കണക്കാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ശരിയാണോ? അല്ല, ഈ ഇലക്ഷന് മുമ്പ് തന്നെ പഠിച്ചു തീരുവോ അദ്ദേഹം? അങ്ങനെയാണ് ഒരു സന്തോഷം ഉണ്ടായത്. ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ പണ്ടത്തെ പോലെയല്ല. ആരോഗ്യത്തിന് മലയാളികൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിറ്റായിരിക്കുക എന്ന് പറയുന്നത്, പണ്ട് ഞാനൊരു സിനിമയിൽ തന്നെ ഒരു രംഗം അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രാമത്തിൽ കൂടെ ഓടുകയാണ്. ജോഗ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പുറകെ ഓടുകയാണ്. എവിടെ കള്ളൻ എവിടെ? അതായത് കള്ളനെ പിടിക്കാൻ മാത്രമേ ഇവർ ഓടിയിട്ടുള്ളൂ. ഈ വകുപ്പൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊരു ഉൾട്ട അടിച്ചിട്ട് ഭയങ്കരമായ വിപ്ലവകരമായ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും എക്സർസൈസ് ചെയ്യും, നടക്കും, ഓടും. ഇപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ എത്ര പേരാണ് ഇവിടെ. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു പബ്ലിക്കാണ് വാക്കിംഗ്. അതെ, 10 മണി വരെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 7-8 മണി കയറി പോകുമെങ്കിലും 10 മണി വരെ ആൾക്കാർ നടക്കും. വൈകുന്നേരം ഉണ്ട്. 75 ലക്ഷം രൂപ മുടക്കി ആദ്യത്തെ ടേമിൽ തന്നെ ഫസ്റ്റ് പ്രിഫറൻസിലുള്ളതാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ചികിത്സ. അപ്പൊ ഇത് 75. ഇപ്പൊ ഇത് ആശ്രാമം മൈതാനമാണ്. എൻ്റെ കൊല്ലം മണ്ഡലത്തിന്റെ ഹൃദയമാണ്.
കാര്യം ഇതേ കണക്കൊരു മൈതാനം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. കാര്യം അത് ആ തരത്തിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതിന് 75 ലക്ഷം രൂപ മുടക്കി ഈ വാക്കിംഗ് ട്രാക്ക് ഉണ്ടാക്കി, ജോഗിംഗ് ട്രാക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എത്രയോ പേർക്കാണ് ഗുണകരം. തൊട്ടപ്പുറത്ത് നീലാംബരി അതെ, നീലാംബരി ഇതിന്റെ ചുറ്റിലുള്ളത് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 7000 ആൾക്കാർക്ക് കാണത്തക്ക തരത്തിൽ, പെർഫോമൻസ് കാണത്തക്ക തരത്തിൽ ഉള്ള ഒരു സംഭവം. അതിനപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്കുണ്ട്. ആ ചിൽഡ്രൻസ് പാർക്കിൽ ഇപ്പം വിദേശികൾക്ക് വന്നാൽ പോലുമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയ അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇവിടുന്ന് നോക്കിയാൽ കാണാം കുമാരനാശാൻ പുനർജനി പാർക്ക് കം ഓഡിറ്റോറിയമാണ്. അത് അതിനൊക്കെ വരട്ടെ, തൊട്ട് കാണിക്കണ്ടേ? പക്ഷെ എൻ്റെ അടുത്ത് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞതല്ലോ, അത് തൊട്ട് കാണിക്കണമെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ കണ്ടറിയാം എന്നാണ്. കണ്ടറിയാം, പുള്ളി അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ അത് നിയമസഭയിൽ ഞാൻ പറഞ്ഞു, കുമാരനാശാൻ അദ്ദേഹം നൂറ്റാണ്ടുകൾ കൂടി സംഭവിക്കുന്ന ജീനിയസാണ്. അദ്ദേഹം ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് അവസാനത്തെ യാത്ര അങ്ങോട്ട് പോയത്, പന്മനയിൽ. അപ്പോൾ അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ട് ഒരു കുമാരനാശാൻ പുനർജനി പാർക്ക് ഇവിടെ ഉണ്ടായി. ഉടനെ ലാസ്റ്റ് ഘട്ടങ്ങളാണ്. തൊട്ടപ്പുറത്ത് 50 ലക്ഷം രൂപ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ഒരു കാലഘട്ടത്തിൽ കലയുടെ ഹബ്ബായിരുന്നു. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമും ബുക്ക് ചെയ്യാനുള്ള സാഹചര്യം കൊല്ലത്ത് മാത്രം ഉണ്ടായിരുന്നു. ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും, നേരെ പോകും, ബുക്ക് ചെയ്യുക, കഥാപ്രസംഗം, ഗാനമേള, ബാല എല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു തിരിച്ച് നമ്മൾ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് കൊല്ലത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു ഹബ്ബാകാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 1940 പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സമയം തീരും. അല്ല, ഞാൻ പറയുന്നു, അങ്ങനെ അദ്ദേഹം വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ഡേവിഡ് കോപ്പർഫീൽഡ്, ലോക പ്രശസ്ത മജീഷ്യനാണ്. ഇങ്ങനെ പ്ലെയിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകും. അങ്ങനെ എൻ്റെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ആദ്യം മായ്ച്ചു കളയണം ഡേവിഡ് കോപ്പർഫീൽഡ്. അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, തൊട്ട് നോക്കാവുന്ന രീതിയിലാണ്. കണ്ടറിയാമെന്നല്ല, ഇപ്പോഴും പറയുന്നു, നേരിട്ട് പോയി തൊട്ട് കണ്ടറിയാവുന്ന വികസനമാണ് കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കരുത്ത്, ഈ കോൺഫിഡൻസും അത് തന്നെയാണ്. പക്ഷേ അപ്പോഴും അങ്ങൊരു സിനിമാ നടൻ എന്ന രീതിയിൽ, ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ചെന്ന് മുണ്ടൊക്കെ മടക്കി കൊടുത്തു. കോവിഡ് കാലത്തൊക്കെ അവരോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ജനങ്ങളിലേക്ക് ചെന്ന് ഇടപഴകുന്നതിനൊരു തടസ്സമുണ്ടോ? ഇപ്പോഴും ഒരു തടസ്സമില്ല. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സിനിമാ നടനായിട്ട്, സജീവ സിനിമാ നടനായിട്ട് നിൽക്കുമ്പോഴും 2 എക്സ്പ്രഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ആ സ്ഥലത്ത് പോയി ഒരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആരും നമ്മളെ പൊതിയാത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ പൊതിയാൻ മറന്നുപോകും. പൊതിയുന്ന എക്സ്പ്രഷൻ ഉണ്ട്, പ്ലീസ് പ്ലീസ്, നമ്മൾ പൊതിയേണ്ട ആളല്ലേ ഇതെന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ പൊതിയാനാണ് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ആഗ്രഹം. പക്ഷെ ഞാൻ പണ്ട് മുതലേ ഞാൻ കണ്ടു വളർന്ന ഒരുപാട് സ്റ്റാർസിന് ഞാൻ കലാകുടുംബമാണ്. ഇത് കണ്ടു വളർന്നതുകൊണ്ട് ഞാൻ രണ്ടും ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തടസ്സമേ ഇല്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു ജനകീയ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തടസ്സമേ അല്ല. തടസ്സം ആകരുത്. അപ്പം ഇപ്പോൾ തൃശ്ശൂർ 2 പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ഒന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ഒന്ന് കൊല്ലത്ത് ശ്രീ മുകേഷ്. സുരേഷ് ഗോപിക്ക് വേറൊരു ലൈൻ. താങ്കൾ പള്ളിയിൽ കിരീടം അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകൾ, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണോ? അല്ല, അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ടേ എന്ന് പറഞ്ഞിട്ടല്ല. അത് വരുന്ന വഴിക്ക് എന്തെങ്കിലും നടക്കട്ടെ. അത് കുറ്റം പറയല്ല. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെ ആ കാര്യത്തിൽ ഒരു പബ്ലിസിറ്റി ഇല്ല. അപ്പോൾ സുരേഷ് ഗോപിയായിട്ട് അടുത്ത കാലത്ത് സംസാരിച്ചിരുന്നു എപ്പോഴും? നിങ്ങൾ ഒരേ മേഖലയിൽ? മകളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു, ഞാനും എൻ്റെ മകനും കൂടെ പോയിരുന്നു. രാഷ്ട്രീയം എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നോ? രാഷ്ട്രീയം സംസാരിച്ചിട്ട് കുറേ നാളായി. സുരേഷ് ഗോപി ഇപ്പോൾ കടുത്ത മത്സരമാണ് അവിടെ നേരിടാൻ പോകുന്നത്. അവിടെ ഒന്ന് സുനിൽകുമാർ, മുരളീധരൻ, പിന്നെ സുരേഷ് ഗോപി. അപ്പോൾ അതാണ് തൃശ്ശൂരിലെ അവസ്ഥ. നമ്മൾ കൊല്ലത്തേക്ക് തിരിച്ചു വന്നാൽ, കൊല്ലത്ത് ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രനോട് സംസാരിച്ചപ്പോൾ പള്ളികൾ തോറും അദ്ദേഹത്തിനെതിരെ വർഗീയ പ്രചരണം നടത്തുന്ന ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദമുണ്ടാകുന്നു, അദ്ദേഹത്തെ സംഖ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിന് പിന്നിൽ CPM ആണെന്നും പറയുന്നു. അല്ല, ഞാൻ ആദ്യം ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടത്തില്ല. ഇപ്പം വളച്ചൊടിച്ചു, എൻ്റെ പ്രസംഗം വളച്ചൊടിച്ചു, അങ്ങനെയല്ല. അങ്ങനെ വളച്ചൊടിക്കാൻ ഒരു പ്രസംഗം നടത്തിയത് കൊണ്ടല്ലേ
അങ്ങനെ സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും വളച്ചൊടിക്കും. ആ ഉച്ചഭക്ഷണത്തിന് പോകുമ്പോൾ നോ താങ്ക്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചർച്ച ഉണ്ടാവുമായിരുന്നു. പല നേതാക്കന്മാരും പറഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ പോവില്ല എന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പോയ ഒരാൾ BJP ആവുകയും ചെയ്തു 2 ദിവസത്തിനകം. അപ്പൊ പിന്നെ ആൾക്കാർക്ക് വളച്ചൊടിക്കേണ്ടതായിട്ട് വന്നില്ല. അദ്ദേഹം ഉറപ്പായിട്ട് പറഞ്ഞു അങ്ങനെ BJP പോയിട്ട് വന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നവർ. ഒരു രാഷ്ട്രീയക്കാരൻ എന്തെല്ലാം പറയും. ഞാനിപ്പോൾ പറയുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഇനി മേലിൽ ഞാൻ ഇന്ന റോൾ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വലിയ ഡയറക്ടർ വന്നിട്ട് ആ പറഞ്ഞ റോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് രാഷ്ട്രീയത്തിൽ ബാധകമാണോ? അത് നാളെ നരേന്ദ്രമോദി ഇപ്പോൾ ലഞ്ചിനെ വിളിച്ചത് ഈവനിങ് ഡിന്നറിന് മിസ്റ്റർ മുകേഷ് ഐ അപ്രീഷിയേറ്റ് യുവർ ടാലന്റ് ഇൻ ഫിലിം പ്ലീസ് കം ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പോയി ഡിന്നർ കഴിക്കും. ഒരുപാട് അതിനെപ്പറ്റി മനസ്സിലാക്കും. പ്രധാനമന്ത്രി വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ ദുരുദ്ദേശമൊന്നും ഇല്ല എങ്കിൽ പോകുന്നതിന് എന്താ കുഴപ്പം? തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ വിളിച്ചോ? ഞങ്ങളെ വിളിച്ചില്ല, എന്നെ മാത്രം വിളിച്ചു, നമ്മൾ അന്വേഷിക്കും. അല്ല, പക്ഷേ മുകേഷിനോട് താല്പര്യമുള്ളൂ. മുകേഷ് അവിടെ ചെല്ലുന്നു. ഇപ്പോൾ പാർലമെന്റിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കല ആവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കലാകാരൻ എന്നതിൽ അദ്ദേഹവും താങ്കളെ കുറിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ മുകേഷിനെ പോലെ ഇത്രയും ഒരു വെഴ്സറ്റൈലായ ഒരു ജീനിയസ് ആണ്, ഒരു ആക്ടർ എന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നല്ല കരിക്കും വെള്ളം വന്നു വിട്ടു. അപ്പോൾ ഇതാണ് കരിക്കും വെള്ളം. അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് നമുക്കെന്താ ഒരുമിച്ചൊരു ഡിന്നർ ആവാം എന്ന് പറയുന്ന ഘട്ടത്തിൽ താങ്കളുടെ ടാലന്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വിളിച്ചാൽ താങ്കൾ പോകും, രാഷ്ട്രീയമല്ലെങ്കിൽ. അല്ല, ഇപ്പം നമ്മൾ ഈ സ്വപ്ന സാമ്രാജ്യത്തിൽ എന്തിനാണ് അർദ്ധ സാമ്രാജ്യം? തോളി കൂടെ കൈയിട്ടിട്ട് മുകേഷ് നിങ്ങളുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇവിടെ പാർലമെന്റിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞൂടെ? അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോകും. കലാകാരൻ എന്ന നിലയിലുള്ള അത് നമ്മൾ നോ എന്ന് പറയണ്ട. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും. തിരിച്ചു പറയുന്നു, തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ബ്രീഫ് കേസും കൂടി ഇരിപ്പുണ്ട്, 25-30 കോടി രൂപയുണ്ട്. അത് താങ്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയിലേക്ക് വരാനുള്ള പ്രലോഭനമാണ് എന്നൊരു സൂചന നൽകിയാലോ? അതിന്റെ അപ്പുറത്ത് ED ഉണ്ടോ? അത് കഴിഞ്ഞ രണ്ടാമതാണ് ED. അത് താങ്കൾ 25 കോടി നിരസിച്ചു കഴിഞ്ഞാൽ പറയും EDയുടെ വരവിനൊരു സാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയക്കുമോ താങ്കൾ? അങ്ങനെ നികുതി റിട്ടേൺസ് ഒക്കെ പക്കയാണ്? അത് വാങ്ങത്തില്ല. നികുതി റിട്ടേൺസ് ഒക്കെ പക്കയാണോ? എല്ലാം പക്കയാണ്. ആണോ? അത് എന്ന് മുതലേ പക്കയാണ്. ആണ്. അപ്പൊ ഇനി EDയെ താങ്കൾ ഭയക്കുന്നില്ല? ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനൊക്കത്തില്ല. അവസാനം പറഞ്ഞാൽ മതിയല്ലോ, മുകേഷ് അല്ല മുകേഷ് കുമാർ ആയിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരുന്നു പറഞ്ഞിട്ട് 5 കൊല്ലമായിട്ട് വലിച്ചഴിച്ചിട്ട് അവസാനം പറയാമല്ലോ. അതിനെ ഭയക്കുന്നുണ്ടോ താങ്കൾ? താങ്കൾ പാർലമെന്റിൽ എത്തിയാൽ സ്വാഭാവികമായും അടുത്ത തവണ BJP ഒരു വരവ് വന്നാൽ താങ്കൾക്ക് ഇടപെടേണ്ടി വരുന്ന സാഹചര്യങ്ങളുടെ എണ്ണം കൂടും. അങ്ങനെ ധൈര്യപൂർവ്വം നിലപാടെടുക്കുമ്പോൾ EDക്കുള്ള സൂചനയും ഉണ്ടാവും. അപ്പോൾ അതിൽ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ താങ്കൾക്ക്? അല്ല, ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഡിറ്ററെ ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മളത് അടച്ചില്ലല്ലോ, എന്നെ കുരുക്കരുത് കേട്ടോ, എനിക്കിതൊന്നും തൂങ്ങാൻ പറ്റത്തില്ല, എനിക്ക് അഭിനയവും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. സോറി സാർ, ഞാൻ ഇന്ന് തന്നെ അതാണ് എൻ്റെ ശീലം. അപ്പൊ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമേ. 1 രൂപ പോലും ആ രീതിയിൽ കണക്കിൽപ്പെടാത്തതായിട്ട് മുകേഷിനില്ല. ഇല്ല, അതിനു വേണ്ടിയുള്ള കാശൊന്നും ഇല്ലെന്ന്, ഇവരൊന്നും പൈസ തരുന്നില്ല. എല്ലാം ചെക്കൊക്കെ ബൗൺസായി എത്രയോ കാലം. ഇപ്പോഴൊക്കെയാണ് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ തരുന്നത്. അതൊക്കെ ചെലവാക്കാനേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തൊരു കൂട്ട ഒഴുക്കാണ് കോൺഗ്രസിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്. പക്ഷേ വരുന്നവരെല്ലാവരും അത്ര ഫേസ് അല്ല എന്നാണ് ഇന്നിപ്പോൾ NK പ്രേമേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും കൂടുതൽ ഒഴുക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ BJP സംബന്ധിച്ച് കേരളം അവർ കണ്ണുവയ്ക്കുന്നുണ്ട്. അവർക്കൊരു ഫേസ് വേണം. മുകേഷ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിജയിച്ച ഒരാളാണ്, പരിചയമുണ്ട്, മണ്ഡലത്തിലൊക്കെ പരിചയം. മുകേഷിന് നോട്ടയുടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മുകേഷ് ആക്ടറാണ്. മുകേഷ് ഈ പറഞ്ഞതുപോലെ മായ്ച്ചു കളയാൻ എളുപ്പം സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ അവർക്കുണ്ടാവും. പൊളിറ്റിക്കലായിട്ട് അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും താങ്കളുടെ നിലപാടുകൾ? ഇപ്പോൾ നേരത്തെ ഈ നടൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അല്ല, എൻ്റെ നിലപാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു വളർന്നത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പൊടുന്നനെ വന്നതല്ല. പൊടുന്നനെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാനമോഹിയും ധനമോഹമൊക്കെ ആയി. എൻ്റെ അച്ഛൻ 16 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. പകൽ മുഴുക്കെ പിന്നെ പഞ്ചായത്ത് പരിപാടിയും രാത്രിയിൽ നാടകവും രണ്ടും സക്സസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്നത് കണ്ടവനാണ് ഞാൻ. അതായിരുന്നു എൻ്റെ ആത്മവിശ്വാസം. ഇവിടെ ഇലക്ഷന് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു സിനിമ നടന് എന്തോ അറിയാം. അപ്പോൾ എനിക്കറിയാവുന്നതും ഞാൻ കണ്ടു വളർന്നതും എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവർ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന 1748 കോടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മിടുക്കെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ പാർട്ടിയുടെ ഈ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ 7.5 കൊല്ലവും ഇടതുപക്ഷമായിരുന്നു.
തോമസ് ഐസക് ആണെങ്കിലും ബാലഗോപാൽ മിനിസ്റ്റർ ആണെങ്കിലും രണ്ടുപേരും പല പബ്ലിക് ഫംഗ്ഷൻസിലും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ വന്ന് രാവിലെ ഓഫീസിലിരിക്കുമ്പോൾ എങ്ങനെയാ നോ എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് തോമസ് കുട്ടി വിട്ടോടാ എന്നൊക്കെ പറഞ്ഞ് രാമഭദ്ര എന്നൊക്കെ പറയും. അതൊക്കെ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ മണ്ഡലത്തിലുള്ള അഷ്ടമുടി സ്കൂൾ ഹൈടെക് ആക്കാൻ വേണ്ടി ചെറിയൊരു സ്കൂളായിരുന്നു. ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്കൂൾ ഇതെങ്ങനെ വന്നു? ഞാൻ ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് ബെഞ്ചിലിരിക്കുന്ന ഈ 60 കുട്ടികൾ 70 കുട്ടികൾ ഒരു കുടുങ്ങിയ ക്ലാസ്, ഇങ്ങനെ ഒരു കുടിസ് ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് വീഴുന്നു പോകുന്നു. അത് ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്കൂളായി മാറി, ഹൈടെക്. അപ്പം ഞാൻ ആ മന്ത്രി ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പം ഇവർ കുശൂഷിക്കുന്നത് കാണും. മുകേഷ് എന്നല്ല, രാമഭദ്രൻ എന്നല്ല, തോമസ് കുട്ടി എന്നല്ല, അഷ്ടമുടി വരുന്നു. അങ്ങനെ പേരുണ്ട്. കാര്യം അഷ്ടമുടി സ്കൂളിന് എന്തായി, എൻ്റെ അഷ്ടമുടി സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര്, ഞാൻ പറഞ്ഞു നിങ്ങളത് എനിക്ക് ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, വിളിച്ചോളൂ. അത് രാമഭദ്രൻ എന്ന സിനിമയിൽ അറിയപ്പെടുന്നത് പോലെ അഷ്ടമുടി എന്ന രാഷ്ട്രീയത്തിൽ അറിയപ്പെടാനും ആഗ്രഹമുണ്ട്. വിളിച്ചോട്ടു, അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ച് പാർലമെന്റിലേക്ക് എത്തിയാൽ കശുവണ്ടി വരുന്നു എന്ന് വിളിക്കൂ. കശുവണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ താങ്കളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അമ്മുമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കയ്യിൽ കശുവണ്ടി കറയുള്ള അമ്മുമ്മയുടെ കൂട്ടുകാരികൾ എല്ലാവരുടെയും കശുവണ്ടി കറയുള്ള അധ്വാനിക്കുന്ന ഭയങ്കര സഖാവ് ഭാർഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി പ്രവർത്തനവും അതേപോലെ തന്നെ അധ്വാനിക്കുന്ന കശുവണ്ടി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉന്നമനം എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എന്തായാലും പാർലമെൻറ്റിലെ വോട്ടർമാരോട് താങ്കൾക്ക് പറയാനുള്ളത്, വിജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ താങ്കൾ ഇവിടെ ഈ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ചെയ്തത്, അതേപോലെ എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി താങ്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചില പ്രേക്ഷകർ ട്രോളാൻ വേണ്ടി ചോദിച്ചു, മുകേഷ് ഏത് ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കുക? അപ്പം ഹിന്ദി ഭാഷയെ സംസാരിക്കും. ഹിന്ദി അത്ര വശമില്ലല്ലോ അല്ലേ? ഹിന്ദി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി അങ്ങനെ വലിയ വശമില്ല. പക്ഷേ ഈ മന്ത്രിമാരുടെ പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കട്ടെ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അല്ല, അതിനല്ലേ എൻ്റെ ആക്ടിങ്. അതെ, ഞാനവരെ എൻ്റെ ഭാവപ്രകടനം കൊണ്ട് എൻ്റെ ദൈന്യത കൊണ്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളെ ആദ്യമേ എന്തായിരിക്കും പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞു എന്ന് കരുതുക, സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം താങ്കൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു എന്ന് കരുതുക. നിർഭാഗ്യവശാൽ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു, താങ്കൾ ഏത് ഓഫീസിലേക്കായിരിക്കും ഈ മണ്ഡലത്തിന് വേണ്ടി ആദ്യം പോവുക? എന്ത് കാര്യമായിരിക്കും ആദ്യം ആവശ്യപ്പെടുക? അല്ല, അവിടെയാണ് എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളത്. ഞാൻ ഇന്നത് നടത്തിത്തരും എന്ന് പറയുന്നത് കാപഢ്യമാണ്. ഞാനിവിടെ തേനും പാലും ഒഴുക്കും എന്ന് പറയുന്നത് പോലെ തന്നെ കാപഢ്യമാണ്. എന്താണോ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ആ സമയത്ത് കൊടുക്കേണ്ടത്, റൈറ്റ് നൗ വാട്ട് ഐ ഷുഡ് ഡു എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ആ ഓഫീസിലോട്ട് കയറി ചെല്ലും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഓഫീസ് ഇത് കഴിയട്ടെ മറ്റേതെന്നല്ല. ആ ടൈമിൽ ഏറ്റവും ഗ്രീവിയൻസ്, ഏറ്റവും പിന്നെ പരിഹരിക്കപ്പെടേണ്ടത് എന്താണോ അങ്ങോട്ട് തന്നെ. നമുക്ക് ഇപ്പം താങ്കളൊരു സിനിമാ നടൻ കൂടി ആയതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് കൗതുകമുള്ളൊരു കാര്യം കൂടി. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞില്ലെന്ന് എനിക്കത് ഇൻസ്പിറേഷൻ വന്നത്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ഹിന്ദി അറിയാത്ത ഒരു ഓഫീസിൽ പോയിട്ട് കൊല്ലത്തെ മണ്ഡലത്തിലെ ഒരു ആവശ്യം താങ്കൾ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക? അത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കും. ഇംഗ്ലീഷ് അവർക്ക് അറിയില്ലാതെ താങ്കൾ അഭിനയിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഉദാഹരണ ഒരു കാര്യം എങ്ങനെയായിരിക്കും? അവിടെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് ഹിന്ദി അറിഞ്ഞൂടായിരിക്കും. അങ്ങനെ ഉണ്ടാവും. കാര്യം അവർ ദേ ആർ ബൗണ്ട് ടു നോ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓഫ് കോഴ്സ് മലയാളം എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തർജ്ജമ ചെയ്ത് ഹിന്ദിയിൽ മനസ്സിലാക്കുകയും ഇംഗ്ലീഷിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനം അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അതിനകത്ത് എനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണമുണ്ട്. അത് പ്രചരണം. ഞാനേ അമേരിക്കയിൽ പോയി വിജയിച്ചവനാണ്, ഓസ്ട്രേലിയയിൽ പോയി വിജയിച്ചവനാണ്, യൂറോപ്പ് മുഴുക്ക പോയി വിജയിച്ചവനാണ്. ഇനി പോകാനൊരു സ്ഥലമില്ല. അവിടെ എല്ലാം എൻ്റെ അഭിനയവും എൻ്റെ പെരുമാറ്റവും, അവിടെയൊക്കെ ഏറ്റവും വലിയ ഓഫീസുകളിലല്ലേ നമ്മൾ പോകുന്നത്, ഏറ്റവും വലിയ ആൾക്കാരല്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അവിടെ ഒന്നും ഒരു യു ഡോണ്ട് നോ ഇംഗ്ലീഷ്, യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്, പ്ലീസ് ഗോ ഔട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതല്ല, അതിനൊക്കെ ഉള്ള കോൺഫിഡൻസ് എന്നോ എനിക്ക് നേടിക്കഴിഞ്ഞു. മാത്രമല്ല ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭാഷയില്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ അതെല്ലാം ഈസിയല്ല, അതിനകത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ CA പോലൊരു സംഭവം അല്ലെങ്കിൽ ഭരണഘടന തിരുത്തി എഴുതാൻ പോകുന്നൊരു സംഭവം വരുന്നു. അപ്പോൾ താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? ആൾക്കാർക്ക് ഒരു ആശങ്കയുണ്ട്. താങ്കൾ അല്പം ഒന്ന് ടെൻഷൻ ആവും. കാരണം ഇത് ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഒന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ പേരൊന്നും പറയുന്നില്ല, എല്ലാ മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും
എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും സഹായവും പ്രോത്സാഹനവും നേടി ഒരു നല്ല നിലയിലെത്തിയതിന് ശേഷം ഇനി വേറെ ആരും വേണ്ട, ഇവര് മതി എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് ദേഷ്യം വരുന്നത്. മനസ്സിലായി. ആരെ ഉദ്ദേശം അത് തെറ്റാണ്. നമ്മൾ ഈ ജീവിതകാലം മുഴുക്കെ ആരൊക്കെയാണോ നമ്മളെ സഹായിച്ചത്, സ്നേഹിച്ചത്, പ്രോത്സാഹിപ്പിച്ചത്, നമ്മളെ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്, നമ്മൾ സന്തോഷം കൊടുക്കുന്നത്, അവരെ എല്ലാവരെയും കൂടെ നിർത്താൻ കഴിയുക എന്നുള്ളതാണ് ഈ ജന്മത്തെ ഏറ്റവും വലിയ പുണ്യം. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ താങ്കൾ വാഗ്ദാനമായിട്ട് കൊടുക്കുന്നത് എന്താണോ ഈ മണ്ഡലത്തിന് വേണ്ടത് അത് അറിഞ്ഞ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ അനുഭവം ആർജിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മണ്ഡലത്തിലെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം വിലയിരുത്തിയാൽ മതി. അതെ, 7.5 കൊല്ലം കൊണ്ട് ഇത്രയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപാരമായ കോൺഫിഡൻസ്. ഇപ്പോഴും താങ്കളുടെ ആ പഴയ സ്കൂൾ വിദ്യാർത്ഥിയുമായിട്ടുള്ള സംഭാഷണം ചിലർ പ്രചരിപ്പിക്കുന്നു. ഇന്നലെയും ചർച്ചയിൽ അതൊരു വിദ്യാർത്ഥി പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു MP എങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. 18 കൊല്ലം മുമ്പ് നടന്ന സംഭവം അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൽ കടിച്ചു തൂങ്ങി ഇരിക്കട്ടെ, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ, അതിലിരിക്കും. നമ്മൾ ചെയ്ത പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ. പിന്നെ അപ്പം ആ കൊല്ലം മണ്ഡലത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇനി ഒരു 50 ദിവസം, ഇപ്പം 3 മണിക്ക് പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. അപ്പം അങ്ങോട്ട് നല്ല ചൂടാണ്. എങ്ങനെ മാനേജ് ചെയ്യും ഇതെല്ലാം കൂടി? അല്ല, ആദ്യത്തിന് 1 ദിവസമോ 2 ദിവസമോ പ്രകൃതിയുടെ ചൂടായിരുന്നു. ഈ ഇലക്ഷന്റെ ചൂട് ചുറ്റിനും നിൽക്കുന്നവര്, അതും അമ്മമാരും സഹോദരിമാരെയൊക്കെ ഇലക്ഷന്റെ ചൂട് കാണുമ്പം മറ്റേ ചൂട് മറന്നു പോവാണ്. ഈ സെൽഫി എടുത്തിട്ട് വോട്ടപ്പുറത്ത് കൊടുക്കൂ. അത് ആദ്യം എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ സിനിമ പിന്നെ നടനായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് വന്നപ്പം ഒരുപാട് പേര്, പ്രത്യേകിച്ചും UDF-ലുള്ള ആൾക്കാർ, അതൊക്കെ സിനിമയ്ക്ക് കൊടുക്കുന്ന കൈ കാണിപ്പല്ലേ, വോട്ടാവില്ല. അപ്പൊ MP ആണ് ഇന്നസെന്റ് ചേട്ടൻ. എന്റെ പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതൊക്കെ വോട്ടാവുമോ? രാമഭദ്രനുള്ള കൈയാണോ? അതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ നീ മുഖത്തേക്ക് നോക്കണം. സാധാരണഗതിയിൽ അത് വെറും സിനിമ, മറ്റേത് കണ്ണിലെ തിളക്കം നോക്കണം. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണിൽ ആ തിളക്കം ഉണ്ടടാ, വോട്ടാന്ന് പറഞ്ഞു. സത്യമായി ഇപ്പൊ ആ തിളക്കം ഇങ്ങനെയാണോ? അതിന്റെ 4 ഇരട്ടി എന്റെ കൂടെ വരണം. കിഴക്കൻ മേഖലകളിലോട്ടൊക്കെ അവിടെ ഞാൻ പോയിട്ട് അമ്മമാരും സഹോദരിമാരും നട്ടുച്ച സമയത്ത് ഈ പറയുന്നത് 39 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് വന്നിട്ട് തിളങ്ങിയിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത തരത്തിൽ കണ്ണ് നിറച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ക്യാമ്പയിനിൽ? ചേർത്ത് പിടിക്കുമ്പോൾ സംഭവം അതൊരു വല്ലാത്തൊരു സ്നേഹമാണല്ലോ. സിനിമയിലെ ആരാധകർ വരുന്ന പോലെ അല്ലല്ലോ രാഷ്ട്രീയത്തിൽ. വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു കൂലിപ്പണിക്കാർ, അവർക്ക് പെൻഷനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. ഇപ്പം പെൻഷൻ കൊടുക്കാൻ പോവാണ് സർക്കാർ 3 മാസത്തെ. ഈ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ ഒന്ന് പരാതി പറയുമ്പോൾ ഒരു വിഷമമുണ്ടോ? അല്ല, ഈ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ കുറേ പേര് പെൻഷൻ ഞാൻ പറഞ്ഞു തരും, ഇടതുപക്ഷമാണെങ്കിൽ തന്നിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് എതിരായിട്ടുള്ള ഒരു, നമ്മൾ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ വന്നു. 3 സ്ത്രീകൾ ഫോട്ടോ കൊടുത്തിട്ട്, അതാ ഇവിടങ്ങുമല്ല, കുന്നംകുളത്ത്. അപ്പോൾ അവിടെ ചെന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ആ സ്ത്രീകളെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു, 15 കൊല്ലം കണ്ട മുമ്പ് വേറൊരു പരിപാടിക്ക് എടുത്ത 3 ഫോട്ടോയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പെൻഷൻ അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ എന്ന് പറയുന്നത്. അത് അവിടെയാണ് ഈ UDF പൊളിയുന്നത്. ആ സമയത്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്ഷേപിക്കുന്നതിനുമുള്ള സമയം കളയരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി NK പ്രേമേന്ദ്രൻ ഒരു സംവാദത്തിന് താങ്കൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് വികസന സംവാദത്തിന് NK പ്രേമേന്ദ്രൻ ഒരുക്കമാണ്, മുകേഷ് ഒരുക്കമാണ്, റിപ്പോർട്ടർ ചാനൽ വെച്ച് നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിമോഹമാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഞാൻ ഇങ്ങനെ ചെന്നിട്ട് പറയൂ, വേറെ ജോലിയുണ്ട് എനിക്ക്. ആദ്യം അദ്ദേഹം ഇത് നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വികസന പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം എവിടെ പോയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നാൽ അങ്ങോട്ട് പോയാൽ പോരെ. ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വളരെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, എത്ര കൊല്ലമായിട്ട് കാണുമ്പം സമ്മാനത്തിന് വേടാ എന്നൊന്നും പറയത്തില്ല. അതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ അതൊക്കെ ചുമ്മാ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി, ഈ ഓലയിൽ കടവ് പാലത്തിന്റെ കാര്യത്തിൽ അത് ഇതൊരു തുറന്നു കൊടുക്കാത്ത എന്താണെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഞങ്ങൾ വന്നപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറക്കരുത്, ഇപ്പൊ തുറക്കരുതെന്ന് ഞാനും പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത വേണം.
ഒരു പൂർണ്ണത വേണം. അതെന്താണോ എന്തിനാണോ അത് സൃഷ്ടിച്ചത് അതിനെ പകുതി വെച്ച് തുറക്കുക. തലകുത്തി നിൽക്കുകയാണ് ഇവര് തുറപ്പിക്കാൻ വേണ്ടി. എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞിട്ട് കായലിലേക്ക് നിൽക്കുന്ന ഇത് ചൂണ്ടയിടാനാണോ അതോ ആത്മഹത്യ ചെയ്യാനോ? അതങ്ങ് പള്ളി പോയി പറഞ്ഞ മതി. ആദ്യം ഇത് എന്തെങ്കിലും ഒരു തീരുമാനം വരട്ടെ. തീരുമാനം ഉടനെ വരും. എന്താണ് ചെയ്യാൻ പോകുന്ന ആ തീരുമാനം നമ്മൾ നേടിയെടുത്താണ്. ഇവരുടെ വാക്കും കേട്ടിട്ട് പോയിരുന്നെങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ചേനായിരുന്നു. തീരുമാനം വരും. അതിപ്പോ ഇലക്ഷന് മുമ്പ് വരും, അതൊന്നുമല്ല. കൊല്ലത്തിന് വേണ്ടി ആ തീരുമാനവും കൊണ്ടുവന്നേ ഞാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. അപ്പോൾ താങ്ക് യു ശ്രീ മുകേഷ്. കുറേ നേരം നമ്മൾ സംസാരിച്ചു. അപ്പോൾ സന്തോഷകരമായ കാര്യം, മുകേഷോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു നല്ല മരത്തിൻ്റെ കീഴിയിരിക്കുന്ന ഒരു അനുഭവം. ഒരു വീട്ടുകാരനെ പോലെയാണ് എപ്പോഴും. അത് മണ്ഡലത്തിലെ ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ചില സമയത്ത് ഈ സിനിമാ നടന്മാരൊക്കെ പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തുന്ന സമയത്ത് ഇത് സാധാരണ ജനങ്ങൾ വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായി ആൾക്കൂട്ടം വരുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ പൊളിറ്റിക്സിലിറങ്ങി? അല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും ഇറങ്ങിച്ചിരുന്നത് അത് ഓരോ ഘട്ടങ്ങളുണ്ട്. കുറേ നാൾ ഞാൻ സിനിമാ നടൻ മാത്രമായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കൈ കാണിച്ചിട്ടൊക്കെ പോകുമായിരുന്നു. എപ്പോൾ നോക്കാലും നമുക്ക് ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ ചിരിച്ചോണ്ടേ നിൽക്കത്തുള്ളൂ. അവരുടെ വിഷമങ്ങളൊക്കെ മറക്കും. ഈ TV പരിപാടികൾ കണക്ക് ഗെയിം ഷോസൊക്കെ ചെയ്ത് ഫ്രണ്ടിലിരുത്തിയിട്ട് പല കാര്യങ്ങളും സംസാരിച്ച് അവരുടെ വേദനകളും വിഷമങ്ങളും ചികിത്സാ സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള ഷോസൊക്കെ ചെയ്യാൻ എനിക്ക് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇയാൾ സാധാരണ ഒരു സിനിമാ നടനല്ല. അപ്പോൾ ദൂരം കുറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിങ് ചെല്ലുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ സാറേ ആ പ്രോഗ്രാം കണ്ടിട്ടോ, സാർ അത് ചികിത്സാ സഹായം വാങ്ങിച്ചു കൊടുത്തത് വലിയ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് സിനിമാ നടൻ വേറെ മനുഷ്യർ വേറെ. അപ്പം രാഷ്ട്രീയത്തിൽ കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബാരിയർ മാറ്റി. ഒരു കാര്യം നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഈ സുരേഷ് ഗോപി സംസാരിക്കുന്ന സമയത്തേക്ക് താങ്കൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ? അതായത് താങ്കൾക്ക് അറിയാവുന്നൊരു സുരേഷ് ഗോപി ഉണ്ട്? അല്ല, എനിക്ക് ഈ രാഷ്ട്രീയ പ്രചരണത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം കോൺഷ്യസ് അല്ലാതെ സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ളത് കുറച്ച് എന്തോ വികാരം കൂടിയ ആളായിട്ടാണ് പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത്. കാര്യം സിനിമയിലുള്ള ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഭരത് ചന്ദ്രനൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പറായിട്ട് സംസാരിക്കാനും കൈയെടുക്കാനും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ട്, രക്തത്തിലുണ്ട്. അത് പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടികളാണ് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും ചെയ്യുന്നത്. മനസ്സിലായി. അത് മുതലെടുക്കുകയാണ്. എന്നിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് അവരുൾപ്പെടെ രസിക്കുകയാണ്. ഇതാ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത്. അത് ചെയ്യരുത്. അയാളൊരു നല്ല മനുഷ്യനുണ്ട്, മനുഷ്യസ്നേഹിയുണ്ട്. നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അയാളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് ആസ് എ ഫ്രണ്ട് വളരെ മെച്യൂറായിട്ടുള്ളൊരു സമീപനമാണ്. നമ്മൾ കുറ്റം പറയാനല്ല, പകരം അത് പാർട്ടിക്കാർക്ക് കൂടെ കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ താങ്ക് യു ശ്രീ മുകേഷ് ഈ സമയം ചെലവഴിച്ചതിന്. ഇനി അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ കോൺഫിഡൻസിൽ കുറവൊന്നും വേണ്ട. അപ്പോൾ ശക്തമായിരിക്കും. ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുക, കരിക്ക് വെള്ളമൊക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് നിർത്തട്ടെ. താങ്ക് യു ശ്രീ മുകേഷ് ഒപ്പം ചേർന്നത്.